അദ്ദേഹം ഒരു RSSകാരനെ പോലെ സംസാരിക്കുകയാണ്. തൻ്റെ വിദ്യാലയത്തിലെ കുട്ടികളെ RSSൻ്റെ ഗണഗീതം പാടിപ്പിച്ച അദ്ദേഹം കുറ്റവാളിയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്, പ്രതിസ്ഥാനത്താണ് ഈ കേസിൽ നിൽക്കുന്നത്. അതിന് കളമൊരുക്കി കൊടുത്ത റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യയിൽ മതനിരപേക്ഷമായ ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്ന ഒരു സംസ്കാരം വളർത്തുന്നതിൽ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വടക്കും പടിഞ്ഞാറും തെക്കും കിഴക്കും ഒക്കെ ആയിട്ട് പടർന്നു കിടക്കുന്ന ഇന്ത്യൻ റെയിൽവേ വഹിച്ച പങ്ക് മഹത്തരമാണ്. ഇന്ത്യ എന്ന ഒരു രാജ്യത്തെ യുണൈറ്റ് ചെയ്തെടുക്കുന്നതിൽ, ഏകീകരിച്ചെടുക്കുന്നതിൽ ഇന്ത്യൻ റെയിൽവേക്ക് നിർണായകമായ പങ്കുണ്ട്. ആ റെയിൽവേയുടെ ചരിത്രത്തെ തന്നെ മറന്നുകൊണ്ടാണ് ഈ ദക്ഷിണ റെയിൽവേയിലെ മേധാവികൾ ഈ അബദ്ധം, ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയോടും ഭരണഘടനയോടും വെല്ലുവിളി ഉയർത്തുന്ന ഈ അബദ്ധം ചെയ്തിരിക്കുന്നത്. ഇവിടെ പ്രിൻസിപ്പൽ മിസ്റ്റർ ഡിൻഡോ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ ഗാനം, അതിൻ്റെ വരികൾ ഓരോന്നും എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതല്ലേ, ദേശത്തെയും ദേശീയതയും രാഷ്ട്രത്തെയും ഒക്കെ സംബന്ധിച്ച, ദേശഭക്തിയെ സംബന്ധിച്ച RSSൻ്റെ പ്രത്യയശാസ്ത്രം. ഗോപികൃഷ്ണൻ ശരിയായി പറഞ്ഞതുപോലെ തന്നെ RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള ഭക്തിമസൃണമായ പദങ്ങളും ഭാഷയും രൂപങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള തങ്ങളുടെ മതാത്മകമായ രാഷ്ട്രത്തെ, തങ്ങളുടെ മതാത്മകമായ ദേശീയതയെ മുന്നോട്ട് വെക്കുന്ന ഒരു ഗാനമാണിത്. അദ്ദേഹം മലയാള അധ്യാപകനാണോ എന്ന് എനിക്കറിയില്ല. മലയാളം പ്രാഥമികമായി പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, RSSൻ്റെ പ്രത്യയശാസ്ത്ര രേഖകളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരാൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. പരമപവിത്രമാമ ഈ മണ്ണിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സവർക്കർ വായിക്കണം, ഗോൾവാൾക്കർ വായിക്കണം. ആർക്കാണോ ഇത് പുണ്യഭൂമിയായിട്ടുള്ളത്? ആർക്കാണിത് പുണ്യഭൂമിയായിട്ടുള്ളത്? പുണ്യഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ മതവുമായി ബന്ധപ്പെട്ട, അതിൻ്റെ പ്രബോധനവും ഉത്ഭവവുമായി ബന്ധപ്പെട്ട വളരെ ആദർശാത്മകമായ ഒരു കാഴ്ചപ്പാടാണ്. ഓരോ മതത്തിനും ഓരോ പ്രദേശങ്ങളാണ് അതിൻ്റെ പുണ്യഭൂമി. ക്രിസ്ത്യാനികൾക്ക് ബത്ലഹേമും ജെറുസലേമുമാണ്, യഹൂദർക്ക് ജെറുസലേമുമാണ്, മുസ്ലിങ്ങൾക്ക് മക്കയും മദീനയുമാണ്, ഹിന്ദുക്കൾക്ക് ഇവിടെയാണ്. പക്ഷെ നമ്മുടേതെന്താണ്? യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഈ നാട്ടുകാരായ ആളുകൾ, ഇവിടെ ജനിച്ചവരും ജീവിക്കുന്നവരുമായ ആളുകളാണ് ഈ രാഷ്ട്രം, ഇന്ത്യ എന്ന രാഷ്ട്രം. ഇന്ത്യ എന്ന ഐഡിയോളജി അതാണ്, ഇന്ത്യ എന്ന നേഷൻ അതാണ്. എന്നാൽ സംഘപരിവാറിൻ്റെ ആചാര്യന്മാരായിട്ടുള്ള സവർക്കറും ഗോൾവാൾക്കറും പറഞ്ഞത് ആർക്കാണോ പിതൃഭൂമിയും പുണ്യഭൂമിയുമായിട്ടുള്ളത്, ആ പുണ്യഭൂമി എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കും. ഇവിടെ കാശിയും വാരണാസിയും ഒക്കെ ഹിന്ദുക്കളുടേതാണ്. അപ്പോൾ ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കും. അപ്പോൾ മതാത്മകമായ ഒരു യുക്തിയിൽ നിന്ന് മതാത്മകമായ ഭക്തി ഉണർത്തുന്ന, അതിന് ദേശഭക്തി എന്ന് പറയാൻ പറ്റില്ല, മതാത്മകമായ ഭക്തി ഉണർത്തുന്ന മസ്ലിന ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള, രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ് ഇത്. RSS കാലാകാലമായി അവരുടെ ഗണഗീതമായി ഉപയോഗിക്കുന്നതാണ്. ആ ഗണഗീതം കുട്ടികളെ പഠിപ്പിച്ച് വന്ദേ ഭാരതിൻ്റെ ഈ ഒരു ഫ്ലാഗ് ഓഫിൽ അത് അവതരിപ്പിക്കാൻ വളരെ പ്ലാൻഡായ, വളരെ ആസൂത്രിതമായ നീക്കം നടത്തിയിട്ടുണ്ട്.